ഇന്ന് പറയാൻ പോകുന്നത് ഒരു സിനിമാ കഥ മാത്രമല്ല. 2004 ജപ്പാനിലെ ഒരു പെൺകുട്ടി ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അവൾ പതിവ് സ്റ്റേഷനുകൾ കടന്നു പോകുന്നത് ശ്രദ്ധിച്ചു. പക്ഷേ ട്രെയിൻ നിർത്തിയില്ല. പിന്നീട് അത് ഒരു അറിയപ്പെടാത്ത സ്റ്റേഷനിൽ എത്തി നിൽക്കുന്നു. ആ സ്റ്റേഷൻ്റെ പേര് കിസാർഗി സ്റ്റേഷൻ. അവൾ ഓൺലൈനിൽ ലൈവായി അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇവിടെ ആരുമില്ല. ഫോൺ സിഗ്നൽ പോലും വളരെ കുറവ്. എനിക്കാരോ പിന്തുടരുന്നത് പോലെ തോന്നുന്നു. അവളുടെ അവസാന മെസ്സേജ് അതായിരുന്നു. അതിനുശേഷം അവൾ ഒരിക്കലും കണ്ടുകിട്ടിയിട്ടില്ല. ഒഫീഷ്യൽ റെക്കോർഡ്സിൽ പോലും ആ സ്റ്റേഷൻ നിലവിലില്ല. ഗൂഗിൾ മാപ്സിലും ആ സ്ഥലമില്ല. ഒരിക്കൽ നമ്മൾ അവിടെ ഇറങ്ങിയാൽ തിരിച്ചു വരാൻ സാധ്യതയില്ല. രക്ഷപ്പെട്ടാൽ ചിലപ്പോൾ ഒരാൾ രക്ഷപ്പെടും. ഇതാണ് കിസാർഗി സ്റ്റേഷൻ. ഇനി കഥ ആരംഭിക്കുന്നത് ഒരു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയായ ഹരുന തറ്റസ്മു, ഒരു ഫോക്ടർ റിസർച്ച് സ്റ്റുഡൻ്റ് ആണ്. ആളുകളെല്ലാം ദുരൂഹതയോടെ പറയുന്ന കിസാർഗി സ്റ്റേഷനെക്കുറിച്ച് തിസിസ് എഴുതാൻ അവൾ തീരുമാനിക്കുന്നു. ഇതന്വേഷിച്ച് അവൾ റിസർച്ച് തുടങ്ങുന്നു. അങ്ങനെ അവൾ എത്തിപ്പെടുന്നത് സുമിക്കി ഹയമ്മ എന്ന ടീച്ചറെ അന്വേഷിച്ചാണ്. അങ്ങനെ അവൾ ആ ദിവസം ടീച്ചറെ കാണാൻ തീരുമാനിച്ചു. അങ്ങനെ ടീച്ചറുടെ വീടിന് മുന്നിലെത്തിയപ്പോൾ 2 മക്കളെ കാണുന്നു. ഒരാൾ സ്കൂളിലേക്ക് പോവുകയും പിന്നെ കാണാമെന്ന് പറയുകയും ചെയ്യുന്നു. മറ്റൊരാൾ ഇൻ്റർവ്യൂവിന് വന്നതാണോ, ഉള്ളിലോട്ടിരിക്കാമെന്നും പറയുന്നു. അങ്ങനെ അവൾ വീട്ടിലെത്തുന്നു. നമ്മുടെ കോളേജ് സ്റ്റുഡൻ്റായ ഹരുണമ സറ്റ്സുമി പറയുന്നു, ഇത്രയും തിരക്കിനിടയിൽ ഇൻ്റർവ്യൂ അനുവദിച്ചതിന് വളരെ സന്തോഷമെന്ന്. അതിന് പുഞ്ചിരി കൊണ്ട് മറുപടി പറയുന്ന ഹയാമയെ കാണാം. ടീച്ചറായ സുമിക്കോ ഹയാമ മകളായ റിന്നോട് ഇനി അകത്തേക്ക് പോയിക്കോളൂ എന്ന് പറയുന്നു. അതോടെ അത് കേട്ടുകൊണ്ടിരുന്ന റിൻ അകത്തേക്ക് പോകുന്നു. നമ്മളെപ്പോലെ തന്നെ അത് മകളാണെന്നാണ് സറ്റ്സുമിയും വിചാരിച്ചത്. അത് അനന്തരവളാണെന്ന് ടീച്ചർ പറയുന്നു. അങ്ങനെ ആ മേശപ്പുറത്തിരുന്ന് ടീച്ചറായ ഹയാമയും കോളേജ് സ്റ്റുഡൻ്റായ സറ്റ്സുമിയും സംസാരിക്കുന്നു. സറ്റ്സുമി പറയുന്നു, താനൊരു കോളേജ് സ്റ്റുഡൻ്റാണ്. നിലവിൽ ദുരൂഹത നിറഞ്ഞ തിരോധാനങ്ങളെക്കുറിച്ചുള്ള പഠനത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായുള്ള അറിവുകൾ വേണം, അങ്ങനെയുള്ള കണ്ടൻറ്റുകൾ വേണം. അതിനാണ് ഞാൻ തിരയുന്നത്. അതെവിടെയും കിട്ടാനില്ല. ഇങ്ങനെയായിരുന്നു കോളേജ് സ്റ്റുഡൻ്റായ ഹരുണമ സറ്റ്സുമിയുടെ ആദ്യം തന്നെ ടീച്ചറോട് പറയുന്നത്. ആരും കേൾക്കാത്ത സംഭവത്തെക്കുറിച്ച് എനിക്ക് എഴുതണം. അതിനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. അപ്പോൾ ടീച്ചർ പറയുന്നു, എൻ്റെ ആ കഥ ആരും വിശ്വസിക്കാറേയില്ല എന്ന്. അപ്പോൾ നമ്മുടെ കോളേജ് സ്റ്റുഡൻ്റായ സറ്റ്സുമി പറയുന്നു, എനിക്കതാണ് വേണ്ടത്. ഹയാമ മാഡം, ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ എനിക്കറിയേണ്ടത്, 2004 ജനുവരി 8-ാം തീയതി നിങ്ങൾ എങ്ങനെയാണ് ആ മറ്റൊരു ലോകത്തെത്തിയത്? അതിനെക്കുറിച്ച് അറിയാനാണ് ഞാൻ വന്നത്. നിങ്ങൾ പറയൂ. അങ്ങനെ വാച്ചിലോട്ട് നോക്കി നമ്മുടെ ടീച്ചർ മാഡം കഥ പറയാൻ തുടങ്ങുന്നു. ഞാൻ അന്ന് ഏറെ വൈകിക്കൊണ്ടാണ് ജോലി കഴിഞ്ഞെത്തിയത്. അങ്ങനെ ഞാൻ എത്തിയപ്പോൾ എനിക്ക് അവസാന ട്രെയിനായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഞാൻ ആ അവസാന ട്രെയിനിന് വേണ്ടി കാത്തിരുന്നു. എൻ്റെ ചേട്ടനോട് ഞാൻ അന്ന് സനഗോമിയ സ്റ്റേഷനിൽ എന്നെ പിക്ക് ചെയ്യാൻ വരാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ട്രെയിൻ പതിയെ ഓടിത്തുടങ്ങി. ട്രെയിനിൽ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നു. ട്രെയിൻ പതിയെ ഓടാൻ തുടങ്ങി. ആളുകളുടെ സംസാരങ്ങൾ ഞാൻ കേട്ടിരുന്നു. പെട്ടെന്ന് ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ ആരും ട്രെയിനിലില്ല. സംസാരവും കേൾക്കുന്നില്ല. പെട്ടെന്ന് എന്നെ ഞെട്ടിച്ചുകൊണ്ട് ട്രെയിൻ പെട്ടെന്നൊരു ടണലിലേക്ക് കയറി. എൻ്റെ റൂട്ടിൽ ഒരു ടണൽ പോലുമില്ല. പിന്നെ എങ്ങനെയാണ് ട്രെയിൻ ആ ടണലിൽ കയറിയതെന്ന് എനിക്കപ്പോഴേ സംശയമായിരുന്നു. പിന്നെ ഒരു മയക്കമുണർന്നതുപോലെ തോന്നി. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ ആ സ്ഥലം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സ്ഥലത്തു കൂടിയാണ് ട്രെയിൻ പോകുന്നതെന്നാണ്. അപ്പോൾ ട്രെയിനിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ജോലിക്കാരനെ തോന്നിക്കുന്ന ഒരാളും അപ്പുറത്തെ സീറ്റിലിരിക്കുന്ന 3 പേർ, 2 ചെറുപ്പക്കാരും അവർക്കൊപ്പം ഒരു സ്ത്രീയും, പിന്നെ അതിന് കുറച്ചപ്പുറത്ത് കിടന്നുറങ്ങുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയും. അങ്ങനെ 5 പേർ. അവർ 5 പേരും ഉറക്കത്തിലായിരുന്നു. ആർക്കുമൊന്നും മനസ്സിലായില്ല. ട്രെയിൻ നിന്നപ്പോൾ ഞങ്ങൾ കണ്ടത് കിസാറാഗി സ്റ്റേഷൻ എന്ന സ്ഥലമായിരുന്നു. എല്ലാവരും കരുതിയത് ഞങ്ങൾക്ക് ട്രെയിനിൻ്റെ സ്ഥലം മാറിപ്പോയെന്നാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ആ കിസാറാഗി സ്റ്റേഷനിൽ ഇറങ്ങി. സുമിക്കോ ഹയാമ എന്ന ടീച്ചർ പറയുന്നു, അങ്ങനെ ആ ജോലിക്കാരനെന്ന് തോന്നിച്ചയാൾ എൻ്റെ പിന്നിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇവിടെ എവിടെയെങ്കിലും ബാത്റൂം ഉണ്ടെന്ന്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ എൻ്റെ സ്കൂളിൽ തന്നെ പഠിച്ച ആ വിദ്യാർത്ഥിനിയുമായി സംസാരിച്ചു. അവൾ കിസിഗേറയ്യ എന്ന സ്ഥലത്ത് ഇറങ്ങേണ്ടതായിരുന്നു. അവൾക്ക് സ്ഥലം തെറ്റി. അവൾ എന്നോട് സംസാരിക്കുന്നതിനിടെ തന്നെ അവൾ പിന്നിൽ എന്തോ കണ്ടെന്ന് എന്നോട് പറഞ്ഞു. അവൾ ഞെട്ടിത്തെറിച്ച് ഭയത്തോടെ നോക്കുന്നത് കണ്ടു. പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ചുമരിൽ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ അവിടെ പോയി തൊട്ടു നോക്കിയപ്പോഴും എനിക്കൊന്നും തോന്നിയില്ല.
പക്ഷെ അവൾ അവിടെ എന്തോ കണ്ടിട്ടുണ്ട്. അവൾ ഞെട്ടിയാണ് എന്നോട് പറഞ്ഞത്. ആ കുട്ടി ഞാൻ പഠിപ്പിച്ച സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു. അവളുടെ പേര് അസൂക്ക എന്ന് അവൾ എന്നോട് പറഞ്ഞു. അവിടെ മറ്റു 2 പേർ തർക്കിക്കുന്നത് കാണാമായിരുന്നു. അവർ 2 പേരും എന്തോ പറഞ്ഞ് തർക്കിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ അവിടെയുള്ള വീടുകളിലെല്ലാം പോയി നോക്കി. അവിടെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു. പക്ഷേ ഒന്നിലും ജനങ്ങളുണ്ടായിരുന്നില്ല. അതാണ് ഞങ്ങളെ വീണ്ടും ഏറെ ഞെട്ടിപ്പിച്ചത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം തിരിച്ചറിഞ്ഞു, ഞങ്ങൾ എന്തോ ഒരു അപകടത്തിലാണ്, എവിടെയോ ആളില്ലാത്ത ഒരു നാട്ടിലാണെന്ന്. പെട്ടെന്ന് ഞങ്ങൾ റൂം അന്വേഷിക്കുന്നതിനിടെ ആ ചെറുപ്പക്കാരിൽ ഒരാളുടെ നിലവിളി കേട്ടു. അവൻ ഓടി രക്ഷപ്പെടുന്നു. അവനൊപ്പം അവളുമുണ്ടായിരുന്നു. ഞങ്ങൾ എന്താണെന്ന് പരിഭ്രാന്തമായി നോക്കി. അവർ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാൻ അവളെയും കൂട്ടി പെട്ടെന്ന് തന്നെ നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്കപ്പോഴേ തോന്നിയിരുന്നു. അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന അവർ 2 പേരും പെട്ടെന്ന് തന്നെ റെയിൽവേ പാളത്തിലൂടെ അങ്ങോട്ട് നീങ്ങാൻ തുടങ്ങി. ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടി കരയുന്നുണ്ടായിരുന്നു, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ്. എന്നാൽ അതോടുകൂടി തന്നെ ഞാനും പരിഭ്രാന്തമായി. അതുകൊണ്ട് ഞാനും ഭയന്നു. ഞാൻ എൻ്റെ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിയായ അസുക്കയെയും കൂട്ടി ഞാനും റെയിൽവേ പാതത്തിലേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഇത് കേട്ട അവിടെ ഉണ്ടായിരുന്ന ആ ജോലിക്കാരനെ പോലെ തോന്നിക്കുന്നയാൾ എങ്ങോട്ടാണ് എന്നെ ഒറ്റക്കാക്കിയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അയാളോട് പറഞ്ഞു, ഇവിടെ ഇത്രയധികം വീടുകളുണ്ട്, അതിൽ ഒരാൾ പോലുമില്ല, ഇവിടെ എന്തോ പന്തികേടില്ലേ, വേണമെങ്കിൽ ഞങ്ങൾക്കൊപ്പം പോന്നോളൂ എന്നു ഞാൻ അയാളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റെയിൽവേ പാളത്തിലൂടെ നടന്നു തുടങ്ങി. ഒരുപാട് ദൂരം നടന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ സത്സുമി നോട്ട് ബുക്കിൽ കുറിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ടീച്ചർ മാഡം വീണ്ടും പറഞ്ഞു തുടങ്ങി. ഞങ്ങൾ നടന്ന് അവർക്കൊപ്പം എത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അവിടുന്ന് ഓടിയത്, നിങ്ങൾ എന്താണ് കണ്ടത്? അങ്ങനെ അവൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഒപ്പമുള്ള ഡയാസുക്കെ ഞങ്ങൾ വീടന്വേഷിച്ച് പോകുന്നതിനിടെ അങ്ങോട്ട് പോകേണ്ടെന്ന് പറഞ്ഞ് തർക്കിച്ചു. ഞാൻ അവനെ ഒന്ന് ഉന്തി. അവൻ ദേഷ്യപ്പെട്ട് എണീറ്റു. ഞാൻ ഇതുവരെ അങ്ങനെ അവനെ കണ്ടിട്ടില്ല. അവൻ എന്തോ ഒരു രൂപമായി മാറുന്നത് പോലെ തോന്നി. ഞരമ്പുകളെല്ലാം വീർത്ത് കണ്ണുകളെല്ലാം വലുതാകുന്നത് പോലെ. അങ്ങനെ അവർ പറയുന്നതിനിടെ ആ പെൺകുട്ടിയുടെ ഫോണിലേക്ക് അവർ പറഞ്ഞ അവരുടെ സുഹൃത്തായ ഡയോസ്കെ വിളിക്കുന്നു. അവർ കോളെടുത്ത് ഫോണിൻ്റെ സ്ക്രീൻ നോക്കിയപ്പോൾ ഞെട്ടി. ഡയാസ്കെ കണ്ണുകളെല്ലാം വീർത്ത് എന്തോ ഒരു വിചിത്ര രൂപമായി ആ ഫോണിലോട്ട് നോക്കിയിരിക്കുന്നത് പോലെ ആ സ്ക്രീനിൽ തെളിഞ്ഞു. അവർ വീണ്ടും ഞെട്ടി. ഇതിനിടെ ആ ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്ന ആ ജോലിക്കാരനും അവിടെ എത്തിയിരിക്കുന്നു. അദ്ദേഹം എന്തൊക്കെയോ പറയുന്നു. ഇതിനിടെ ആ ജോലിക്കാരനെ പോലെ തോന്നിക്കുന്നയാൾ പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്നൊരു ഡ്രം ഒച്ച കേൾക്കുന്നില്ലേ? അവിടെ ആരെങ്കിലും ഉണ്ടാകും, അതുകൊണ്ടാണ് ഒച്ച കേൾക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം, വേഗം വരൂ. ഇത് കേട്ട ഷൊട്ടയും ആ പെണ്ണും പറഞ്ഞു, ഇതേ ഒച്ച തന്നെയായിരുന്നു ഡയാസ്കെ അങ്ങനെ ആയപ്പോൾ ഉണ്ടായത്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത്. ഈ ശബ്ദം വന്നതിന് ശേഷമാണ് ഡയാസ്കെ ആ വിചിത്ര രൂപമായി മാറിയത് എന്ന് പറയുന്നു. അങ്ങനെ അവർ വർത്തമാനം പറഞ്ഞു നിൽക്കുന്നതിനിടെ ആ ജോലിക്കാരൻ്റെ രൂപം പതിയെ മാറാൻ തുടങ്ങി. അവരെ ഞെട്ടിപ്പിക്കുന്ന ഒരു രൂപത്തിലേക്ക് അയാൾ മാറുന്നു. ഞരമ്പുകളെല്ലാമുള്ള അയാൾ പെട്ടെന്ന് തന്നെ ഒരു തീഗോളമായി പൊട്ടിത്തെറിക്കുന്നു. അവർ വീണ്ടും ഞെട്ടിത്തരിക്കുന്നു. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ഞെട്ടലോടെയാണ് സാറ്റ്സുമി ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീണ്ടും പറയാൻ തുടങ്ങി. ഇതിൻ്റെ ഞെട്ടലിൽ കുറച്ചു ദൂരം കൂടി ഞങ്ങൾ സഞ്ചരിച്ചു. വീണ്ടും ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം കൂടിയുണ്ടായി. താഴെയുള്ള റെയിൽവേ പാളത്തിൽ നിന്ന് ഒരു വൃദ്ധനായ ഒരാൾ വിളിച്ചു പറയുന്നു, റെയിൽ പാളത്തിലിരിക്കുന്നത് അപകടമാണ് ഓ എന്ന്. ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ശബ്ദങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു അത്. പിന്നെ അയാൾ ഒന്ന് കണ്ണു മറഞ്ഞപ്പോൾ അയാൾ ഞങ്ങളുടെ തൊട്ടടുത്തെത്തി. പെട്ടെന്ന് തന്നെ അയാൾ ഞങ്ങളുടെ പിറകെ തന്നെ ഓടാൻ തുടങ്ങി. ഞങ്ങൾ അയാളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ അവരുടെ സുഹൃത്തായ ഡയാസ്കി, അതായത് നേരത്തെ എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞ ഡയാസ്കി പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷനായി. എന്നിട്ട് ആ ഷൊട്ട എന്ന ചെക്കനെ പിടിച്ചുകൊണ്ട് എന്തോ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത് തടയാൻ ശ്രമിച്ച അവർക്കൊപ്പമുള്ള പെൺകുട്ടിയെ അവൻ ചവിട്ടുന്നു. പെട്ടെന്ന് തന്നെ അവൻ ആ വൃദ്ധനായ ആളുടെ അടുത്തേക്ക് പോവുകയും അവർ തീഗോളമായി മാറുകയും ചെയ്യുന്നു. ഞങ്ങൾ വന്നപ്പോൾ 6 പേരുണ്ടായിരുന്നു. ഇപ്പോൾ ആ പെൺകുട്ടിയും തീഗോളമായി മാറിയിരിക്കുന്നു. ഇനി വെറും 3 പേർ മാത്രമാണ് ബാക്കിയുള്ളതെന്ന് ടീച്ചർ സാറ്റ്സുമിയോട് പറയുന്നു. ഈ 3 പേർ മരിച്ചതോടെ ഇനി ഞാനും എൻ്റെ ഒപ്പമുള്ള സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയും അവനും, അതായത് ആ ചെറുപ്പക്കാരനുമുള്ളൂ. അവന് മനസ്സിലായി. അവൻ പറഞ്ഞു, ഓരോ സമയത്തിന് ഒരാളെ വെച്ച് കൊല്ലാൻ കൊടുത്താൽ ഞാൻ രക്ഷപ്പെടുമെന്ന്. അങ്ങനെ അവൻ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി തയ്യാറെടുത്തു. നിങ്ങളിൽ ഒരാളെ ഞാൻ കൊല്ലുമെന്ന് അവൻ പറഞ്ഞ് കത്തിയുമേന്തി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എൻ്റെ ഒപ്പമുള്ള സുഖയോട് ഞാൻ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. എന്നിട്ട് ഞാനും അവനും തമ്മിൽ ഒരു ഫൈറ്റ് തന്നെ നടന്നു. എൻ്റെ കയ്യിലുള്ള പെന്നുകൊണ്ട് ഞാൻ അവനെ കഴിയുന്നത് പോലെ തടഞ്ഞു. അവൻ്റെ കുത്തിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഞാനും അവളും
പതിയെ വേഗം റെയിൽപാതത്തിലൂടെ ഓടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നപ്പോൾ ഞങ്ങൾ കണ്ട ഇസാക്കിനു ടണലിൻ്റെ മുമ്പിൽ ഞങ്ങളെത്തി. ഞങ്ങൾക്കൊരാശ്വാസമായി. ഈ ടണൽ കഴിഞ്ഞാൽ റിയൽ ലോകത്തേക്ക് തിരിച്ചെത്താനാകുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങൾ ആ ടണലിലൂടെ വേഗം ഓടാൻ തുടങ്ങി. പക്ഷെ എൻ്റെ കാലിൽ മേൽ മുറിയായിരുന്നു. ആ കത്തിക്കൊണ്ടുള്ള കുത്തുകാരണം തന്നെ. എന്നെ പരിചരിക്കാൻ ആ വിദ്യാർത്ഥിയായ അസോക്കോ വന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, എന്തെങ്കിലും പറ്റിയോ ടീച്ചർ? അങ്ങനെ ഞങ്ങൾ വീണ്ടും ഓടാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്നായിരുന്നു വീണ്ടും ഷൊട്ട എന്ന ആ ചെറുപ്പക്കാരൻ ഞങ്ങളുടെ പിന്നിലെത്തിയത്. വീണ്ടും ഞാനുമായി ഒരുപാട് നേരം അവൻ്റെ കത്തിക്കൊണ്ടുള്ള കുത്തേൽക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ കഴിയുന്നിടത്തോളം തടഞ്ഞു നിർത്തി. പക്ഷെ പെട്ടെന്നായിരുന്നു അവിടെയുള്ള ലൈറ്റുകളെല്ലാം ഓഫായി. പിന്നെ അവനെ കണ്ടില്ല. പെട്ടെന്ന് ലൈറ്റ് വന്നപ്പോൾ ഞങ്ങൾ വിചിത്രമായി അവനെ കാണുന്നത് ആ ടണലിന് മുകളിൽ വീർത്ത കണ്ണുകളുമായി നിൽക്കുന്ന ഒരു വിചിത്ര രൂപത്തെയാണ്. ഇത് കണ്ട ആ പെൺകുട്ടിയും ഞാനും ഞെട്ടിത്തരിച്ചു നിന്നുപോയി. അങ്ങനെ ഒരുപാട് നേരത്തെ നടത്തത്തിന് ശേഷം ഞങ്ങൾ ആ ടണൽ പിന്നിട്ട് മുന്നോട്ട് പോയി. ഈ സമയത്ത് കാലിൽ വന്ന് എനിക്ക് നടക്കാൻ വയ്യായിരുന്നു. എന്നാൽ ആ കോളേജ് വിദ്യാർത്ഥിനി അത് കണ്ട് കരയുന്നുണ്ടായിരുന്നു. ടീച്ചർ, എന്താണ് സംഭവിച്ചത്? നമ്മൾ എന്ത് ചെയ്യും? കാലിന് നടക്കാൻ വയ്യേ? അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ല? എൻ്റെ അമ്മ പറഞ്ഞിരുന്നു മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്യരുതെന്ന് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്നു തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടെ പെട്ടെന്നാണ് മുന്നിലോട്ടൊരു കാറ് വന്നത്. അതിൽ നിന്നൊരു ഡ്രൈവറെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി. ഡ്രൈവർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ കാലിലെല്ലാം മുറിവുണ്ടല്ലോ, ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെയാക്കി തരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു അത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആ കാറിലോട്ട് കയറുന്നു. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി ഒന്ന് മയങ്ങി നീച്ചപ്പോഴേക്കും അയാൾ വിചിത്രമായൊരു രൂപമായി ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വീണ്ടും ഞങ്ങൾ ഞെട്ടിത്തരിച്ചു നിന്നുപോയി. എൻ്റെ കൂടെ ആ വിദ്യാർത്ഥിനിയുള്ളതായിരുന്നു എനിക്ക് ഏക ആശ്വാസം. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കാറിൽ നിന്നിറങ്ങി ഓടാൻ ശ്രമിക്കുന്നു. ഇതിനിടെ ആ ഡ്രൈവർ ആ കോളേജ് വിദ്യാർത്ഥിയായ അസോക്കോയുടെ കയ്യിൽ പിടിക്കുന്നു. അവൾക്ക് രക്ഷപ്പെടാനായില്ല. അങ്ങനെ ഞാൻ അടുത്തുള്ള ഒരു മരക്കഷ്ണം കൊണ്ടും അയാളെ തല്ലുന്നു. ഡോറെടുത്ത് അയാളെ വിടുന്നത് വരെ തല്ലി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ട് ഞങ്ങൾ അവിടെ നിന്നും ഒരു കാട്ടിലേക്ക് പോകുന്നു. അസോക്കോ ആകെ ഭയന്ന് വിറച്ചിരുന്നു. എനിക്കാണെങ്കിൽ കാലിനും വയ്യാതായി. പക്ഷേ അയാൾ പിന്നാലെ തന്നെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജീവനും കൊണ്ട് ഞങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് കടക്കാനായി ഞങ്ങൾ ഓടി. അതിനിടെ പെട്ടെന്ന് ഞങ്ങൾ അമ്പലം പോലൊരു സാധനം കാണുന്നു. അവിടെ ഡ്രമ്മിൻ്റെ ഒച്ചയും. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പെട്ടെന്ന് തന്നെ ഓടിയെടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ സന്തോഷത്തിലഴ്ത്തിക്കൊണ്ട് ഒരു പ്രകാശത്താലുള്ള വാതിലുണ്ടായിരുന്നു. ഞങ്ങൾക്കേറെ സന്തോഷമായി. ഈ വാതിൽ തന്നെയായിരിക്കും നമ്മുടെ യഥാർത്ഥ വേൾഡിലേക്ക് കടക്കാനുള്ള വഴിയെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ അവളോട് ആദ്യം അതിലോട്ട് കയറാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അസോക്കോ ഓടിക്കയറുന്നതിനിടെ അതിന് മുന്നിലേക്ക് ആ കാർ ഡ്രൈവർ പ്രത്യക്ഷനാകുന്നു. അങ്ങനെ എൻ്റെ അടുത്തുള്ള ആ വിറക് കഷ്ണം കൊണ്ട് ഞാൻ അയാളെ ഒരുപാട് തല്ലി. ഞങ്ങൾ തമ്മിൽ ഒരു യുദ്ധം തന്നെ നടന്നു. കാരണം ഞങ്ങൾക്ക് ആ വാതിലിലൂടെ കയറണമായിരുന്നു. അങ്ങനെ ഞാൻ തല്ലുമ്പോഴും ഞാൻ അസോക്കയോട് പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും ആ വാതിലിലോട്ട് കയറുക, ഞാൻ ഇവനെ തീർത്തിട്ട് ഞാൻ വരാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ ഡ്രൈവർ എന്നെ വിട്ട് അസോക്കയെയും ഉപദ്രവിക്കുന്നു, അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ആ വടികൊണ്ട് അവൻ്റെ തലക്കടിക്കും. സമയത്ത് ഞാൻ അസോക്കയോട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കയറാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവൾ എന്നെയും വിളിച്ച് ഞാൻ കയറുന്നു, നിങ്ങൾ കയറിക്കോ എന്ന് പറഞ്ഞ് അവൾ ഓടിക്കയറുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ആ വാതിൽ അപ്രതീക്ഷിതമാകുന്നു. ഞാനാകട്ടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യുന്നു. എനിക്ക് മാത്രമേ മടങ്ങിയെത്താൻ സാധിച്ചുള്ളൂ, അവൾക്ക് സാധിച്ചില്ല. അവിടെ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിച്ചത്. ഞാൻ ഏറെ വിഷമിച്ചു. കാരണം ഞാൻ കാരണമാണ് അവൾക്ക് രക്ഷപ്പെടാനാകാതിരുന്നത്. ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ അവളോട് ആദ്യം കയറണമെന്ന് പറയണ്ടായിരുന്നു, ആദ്യം എനിക്ക് കയറാമായിരുന്നു. അങ്ങനെ ടീച്ചർ വിഷമത്തോടെ സത്സുക്കിയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ ഞാൻ രക്ഷപ്പെട്ടു വന്നപ്പോൾ 7 വർഷം പിന്നിട്ടിരുന്നു. ഞാൻ ഭൂമിയിലേക്ക് തിരികെ എത്തിയത് 2011 അവിടുത്തെ 7 വർഷമോ? ഇതെന്തൊരു അത്ഭുതമാണ്, അവൾ ചോദിച്ചു. പക്ഷേ ആരും വിശ്വസിക്കില്ല. അവിടെയുള്ള ഒരു ദിവസം ഞാൻ ഇവിടെ തിരിച്ചെത്തിയപ്പോഴേക്കും 7 വർഷങ്ങൾ പിന്നിട്ടിരുന്നു. അവൾ രക്ഷിക്കാൻ വേണ്ടി ആ 11:40 ട്രെയിനിൽ ഞാൻ വീണ്ടും ഒരുപാട് തവണ കയറിയിരുന്നു. പക്ഷേ എനിക്കവിടെ എത്താൻ സാധിച്ചില്ല. ഞാൻ വിശ്വസിക്കുന്നത് 1000 അല്ലെങ്കിൽ 10,000 ഒരാൾക്ക് എപ്പോഴെങ്കിലും ലഭിക്കുന്ന ഒരവസരമായിരിക്കാം ഇതാണ് എന്നാണ്. അങ്ങനെ ആശ്ചര്യത്തോടെ സത്സുക്കി ചോദിക്കുകയാണ്,
ആ 11:40 ട്രെയിൻ കയറുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെയായിരുന്നു ചെയ്തതെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ മെസ്സേജൊക്കെ ഒന്ന് നോക്കി നോക്കൂ. അങ്ങനെ അവർ ഫോണിൻ്റെ മെസ്സേജുകളെല്ലാം നോക്കിയപ്പോൾ 10:40 ട്രെയിൻ എന്ന് കാണാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ആലോചിച്ചതിന് ശേഷം ടീച്ചർ പറഞ്ഞു, ഞാൻ അന്ന് ജോലി തിരക്ക് കഴിഞ്ഞ് നേരം വൈകിയാണ് എത്തിയതെങ്കിലും ആദ്യം 10:40 ട്രെയിൻ കയറി. പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയതിനാൽ ഞാൻ ഇറങ്ങേണ്ട സ്ഥലവും കഴിഞ്ഞ് ഒരുപാട് പിന്നിട്ടിരുന്നു. ഞാൻ അവിടുന്ന് വീണ്ടും തിരിച്ച് എൻ്റെ സ്റ്റോപ്പിലെത്തിയിട്ട് തന്നെ ട്രെയിൻ കയറി. ഞാൻ വീണ്ടും ഉറങ്ങിയതിനാൽ ഞാൻ എവിടെയാണോ കയറിയത് അവിടെ തന്നെ എത്തി. അങ്ങനെയാണ് ഞാൻ അവസാനം 11:40 ട്രെയിൻ കയറുന്നത്. അപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ടീച്ചർ വീണ്ടും ഓർത്തെടുത്ത് അവളോട് പറയുന്നു. അസോക്കോ എന്ന വിദ്യാർത്ഥിനിയെ എന്തെങ്കിലും അങ്ങനെ ആയാൽ രക്ഷിക്കണമെന്നും ടീച്ചർ പറയുന്നു. അങ്ങനെ അവൾ ടീച്ചറോട് യാത്ര പറഞ്ഞിറങ്ങുന്നു. ഇതെല്ലാം കേട്ട സാത്സുക്കി അതുപോലെ തന്നെ ചെയ്തു നോക്കാൻ തയ്യാറാകുന്നു. അന്നെന്താണോ സംഭവിച്ചത് അതുപോലെ തന്നെ അവൾ ആ റെയിൽവേ സ്റ്റേഷനിൽ കയറി ആ ട്രെയിൻ അത്ര ദൂരം പിന്നിടുന്നു. വീണ്ടും തിരിച്ച് ഇതേ സ്ഥലത്തേക്ക് തന്നെ ട്രെയിൻ കയറുന്നു. എന്നിട്ട് ആ 11:40 ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ ആ ട്രെയിനിൽ കയറുന്നു. അങ്ങനെ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ട്രെയിൻ ഓടാൻ തുടങ്ങി. അവസാന ട്രെയിൻ ആയതിനാൽ തന്നെ അതിൽ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പതിയെ അവരുടെ സംസാരം കേൾക്കാമായിരുന്നു. അങ്ങനെ ട്രെയിൻ മുന്നോട്ട് പോയി. അവളൊന്ന് തലപൊക്കി നോക്കിയപ്പോൾ ടീച്ചർ പറഞ്ഞതിന് യാഥാർത്ഥ്യം തന്നെ. ട്രെയിനിൽ ആരുമില്ല. പെട്ടെന്ന് തന്നെ ആ ടണലിലൂടെ ട്രെയിൻ കടന്നു പോകുന്നു. അവ കണ്ണു തുറന്നു നോക്കുമ്പോൾ ടീച്ചർ അന്ന് എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ ആ ട്രെയിനിൽ അത്രയും ആളുകൾ തന്നെയുണ്ട്. ടീച്ചർ പറഞ്ഞ ആ അസുഖ എന്ന വിദ്യാർത്ഥിനിയും അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. സാത്സുക്കി വിശ്വസിക്കാനായില്ല. ഇപ്പോഴിതാ ടീച്ചർ പറഞ്ഞ അതേ കിസോറാഗി സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. അന്ന് സംഭവിച്ചതുപോലെ എല്ലാമുള്ള ആളുകളുണ്ട്. ആ വിദ്യാർത്ഥിനിയുണ്ട്, ബാക്കിയുള്ള 3 പേരുണ്ട്, പിന്നെ ആ ജോലിക്കാരനെന്ന് തോന്നിക്കുന്ന അയാളുണ്ട്. എല്ലാവരുമുണ്ട്. ഇതെല്ലാം പരിചയമുള്ള സാത്സുക്കി ഇതെല്ലാം അറിയുന്നത് പോലെ തന്നെയാണ് അവരോട് പെരുമാറുന്നതും. ആ ജോലിക്കാരനായ അയാൾ അടുത്തേക്ക് വരുമ്പോൾ തന്നെ എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അയാൾ ചോദിച്ചിട്ട് പോലുമില്ല. നിങ്ങൾ ബാത്റൂമല്ലേ എന്ന് ചോദിച്ചത് എന്ന് അവൾ ചോദിക്കുന്നു. അതെങ്ങനെ മനസ്സിലായി എന്ന് ആ ജോലിക്കാരൻ ചോദിക്കുന്നു. കാരണം ഇതെല്ലാം അവർക്ക് പരിചയമാണ്, ടീച്ചർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഒസാക്ക എന്ന ആ സ്റ്റുഡൻ്റ് അവിടെ തന്നെയുണ്ട്. ഒസാക്ക ഇപ്പോൾ സാത്സുക്കിക്കൊപ്പമാണ്. എല്ലാം മനോഹരമായി തന്നെ സംസാരിക്കുന്നു. അവൾക്ക് ഇത് മുമ്പ് നടന്നതുപോലെയുള്ള ഒരു പരിചയവുമില്ല. അത് സാത്സുക്കി ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ ആദ്യമായിട്ടാണെന്ന് അവൾ പറയുന്നു. വീണ്ടും അവൾ പിന്നിൽ എന്തോ ചുമരിൽ കാണുന്നു. പക്ഷേ ഇത്തവണ സാത്സുക്കിയും അത് കാണുന്നു. എല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ സാത്സുക്കി അവർ തല്ലുകൂടി താഴേക്ക് പോകുമ്പോൾ അങ്ങോട്ട് പോകരുതെന്ന് പറയുന്നു. അത് പറയാൻ നീ ഏതടി എന്ന് ചോദിക്കുന്നു. അങ്ങനെ പരമാവധി സാത്സുക്കി അവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. പക്ഷേ അവർ സാത്സുക്കിയെ ഉപദ്രവിക്കുന്നു. അങ്ങനെ സാത്സുക്കി കത്തി പിടിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് നടക്കാൻ ആവശ്യപ്പെടുന്നു എന്ന് പറയുന്നു. എല്ലാവരും ഭയന്ന് നിൽക്കുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ഇത്തവണ അവരിലുള്ള ഷൊട്ട എന്ന അവൻ ഞരമ്പെല്ലാം വീർത്തുകൊണ്ട് ഒരു വിചിത്ര രൂപമായി മാറുന്നു. അന്ന് മറ്റവനാണെങ്കിൽ ഇന്ന് ഷൊട്ട എന്ന ഈ പയ്യനാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുന്നത്. അവർ പെട്ടെന്ന് തന്നെ പായുന്നു. അന്ന് സംഭവിച്ചതുപോലെ തന്നെ അവർ രക്ഷപ്പെടാൻ വേണ്ടി ആ റെയിൽ പാളത്തിലൂടെ വീണ്ടും മുന്നോട്ട് നീങ്ങുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ആ ഒസാക്ക എന്ന സ്കൂൾ വിദ്യാർത്ഥി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിത് മുൻ പരിചയം വല്ലതുമുണ്ടോ? എല്ലാം നിങ്ങൾക്കറിയാവുന്നതുപോലെ. ഇല്ല എന്ന് ചിരിച്ചുകൊണ്ട് നമ്മുടെ സാത്സുക്കി മറുപടി പറയുന്നു. ഇതെല്ലാം എവിടെയോ വായിച്ചതുപോലെയുണ്ടെന്നും അവർ പറയുന്നു. അങ്ങനെ അവർ മുന്നോട്ട് പോകാൻ തുടങ്ങി. കഴിഞ്ഞ ആ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നു. ഇത്തവണ ഷൊട്ടയുടെ കോൾ അവളിലേക്ക് വരുന്നു. പക്ഷേ ഇതെല്ലാം സാത്സുക്കിക്ക് അറിയാമായിരുന്നു ഇങ്ങനെ സംഭവിക്കുമെന്നെല്ലാം. പിന്നെ ആ ജോലിക്കാരനെ തോന്നിപ്പിക്കുന്ന അയാൾ വയ്യാതെ നടന്നു വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് സാത്സുക്കി നമുക്ക് വേഗം പോകാമെന്ന് പറഞ്ഞപ്പോൾ ആ സ്കൂൾ പെൺകുട്ടി പറയുന്നു, എൻ്റെ അമ്മ ഇങ്ങനെയല്ല പഠിപ്പിച്ചത്, നമുക്ക് അയാളെയും രക്ഷിച്ചു പോകാമെന്ന് പറയുന്നു. അങ്ങനെ അവൾ അയാളെ രക്ഷിക്കുന്നു. എന്നിട്ട് അവർ വീണ്ടും കൂട്ടമായി മുന്നോട്ട് പോകുന്നു. ഇതിനിടെ വീണ്ടും അന്ന് ആ വൃദ്ധനായ അയാളിൽ വന്നതുപോലെ റെയിൽ പാളത്തിൽ നിൽക്കരുത്, സൂക്ഷിക്കുക എന്ന് പറഞ്ഞ ആ ടീച്ചർ പറഞ്ഞ അതേ വ്യക്തി വീണ്ടും വരുന്നു. അയാൾക്കൊപ്പം ഷൊട്ട എന്ന ആ വ്യക്തി കൂടി വരുന്നു. എന്നിട്ട് അവർക്കൊപ്പമുള്ള സ്ത്രീയെ പിടിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഓടി വരുന്ന ആ വൃദ്ധനെയും കാണാം. ഇതെല്ലാം കണ്ട സാത്സുക്കി കത്തിക്കൊണ്ട് കുത്തി ഷൊട്ടയെ അങ്ങോട്ട് വീഴ്ത്തുന്നു. അതോടെ അവർ രണ്ടുപേരും അപ്രതീക്ഷിതമാകുന്നു. ഒപ്പമുള്ളവരെല്ലാവരും അന്തം വിടുന്നു. കാരണം സാത്സുക്കി ചെയ്യുന്നതെല്ലാം ശരിയാണ്. ഇവൾ എന്തൊരു ധീരയാണെന്ന് അവൻ പറയുന്നു. അങ്ങനെ അവൾക്ക് പിന്നാലെ ഇവരും നടക്കുന്നു. അങ്ങനെ ഇവർ വീണ്ടും പതിയെ സഞ്ചരിച്ചു കൊണ്ട് ആ ടണലിലേക്ക് എത്തുന്നു. അങ്ങനെ ടണലിലൂടെ വീണ്ടും സാത്സുക്കിയും നമ്മുടെ
ആ സ്കൂൾ വിദ്യാർത്ഥിനിയും ബാക്കിയുള്ള 3 പേരും സഞ്ചരിക്കുന്നു. അങ്ങനെ അസോക്കോ ഇതെല്ലാം ചോദിക്കുന്നു, എങ്ങനെയാണ് നിങ്ങൾക്കിതെല്ലാം മനസ്സിലാകുന്നതെന്ന്. ഇവിടുത്തെ ഒരു കഥ കേട്ടിട്ടുണ്ടെന്നും ഇത് ആഭ്യന്തര കലാപം മൂലമാണ് ഇതെല്ലാം നടക്കുന്നതെന്നും സാത്സുക്കി വെറുതെ നുണ പറയുന്നു. കാരണം സാത്സുക്കിക്ക് എല്ലാം അറിയാം, അത് അവർക്കറിയില്ല. അങ്ങനെ ഒരുപാട് നടന്നതിന് ശേഷം സാത്സുക്കിയും പിന്നെ സ്കൂൾ വിദ്യാർത്ഥിനിയായ അസോക്കോയും മറ്റു 3 പേരും അങ്ങനെ അവിടെ എത്തുന്നു. അവൻ വരുന്നു എന്ന് വീണ്ടും സാത്സുക്കി പറയുന്നു. ആ ടീച്ചർ പറഞ്ഞതുപോലെ അയാൾ കാറിൽ ഒരാൾ വരുന്നു. എന്നാൽ സാത്സുക്കി അയാളെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊല്ലുന്നു. എന്നിട്ട് അവരെല്ലാവരും ഭയത്തോടെ സാത്സുക്കിയെ നോക്കുന്നു. എന്തിനായാണ് അയാളെ കൊന്നത്? നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമല്ലേ എന്ന് പറയുന്നു. അപ്പോൾ സാത്സുക്കി പറയുന്നു, അല്ല, ഇയാളും അവരിൽപ്പെട്ട ഒരാളാണ്, നമ്മളെ കൊല്ലാൻ വന്നതാണ്. അങ്ങനെ ആ ജോലിക്കാരൻ വാഹനം ഓടിക്കുന്നു. അവർ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുന്നു. കാറിൽ കുറെ കൂടെ സഞ്ചരിച്ചപ്പോൾ ആ മുൻ കാർ ഡ്രൈവർ വീണ്ടും അവരുടെ കാറിൻ്റെ അടുത്തെത്തുന്നു. ഇത് കേട്ട് അവരെല്ലാവരും ഭയന്നോടുന്നു. കാറാണെങ്കിൽ മുന്നോട്ട് പോകുന്നുമില്ല. നമ്മുടെ കാർ ഡ്രൈവറായിരുന്ന ജോലിക്കാരൻ മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല. അങ്ങനെ സാത്സുക്കിയും ബാക്കിയുള്ളവരും വേഗം ഇറങ്ങിയോടുന്നു. അങ്ങനെ ആ ജോലിക്കാരനെ ആ മുൻ കാർ ഡ്രൈവർ കൊല്ലുന്നു. അങ്ങനെ ഇനി ബാക്കിയുള്ളത് സാത്സുക്കിയും പിന്നെ ആ സ്റ്റുഡൻറ്റും പിന്നെ ബാക്കി 2 പേരും. അങ്ങനെ ഇവർ ഞെട്ടലോടെയാണ് ഇത് കണ്ടു നിൽക്കുന്നത്, ഈ ഡ്രൈവർ മരിച്ചത്. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. അങ്ങനെ കുറേ കൂടി സഞ്ചരിക്കുമ്പോൾ രാത്രിയാകുന്നു. അവർ ലൈറ്റുള്ള വീടുകൾ കാണുന്നു. അങ്ങനെ അവർ സമാധാനത്തോടെ ആയുധങ്ങൾ എന്തെങ്കിലും കിട്ടിയാലോ എന്ന് കരുതി ആ വീട്ടിലേക്ക് കയറുന്നു. പക്ഷേ ആ വീടും അവർക്കൊരു ട്രാപ്പായിരുന്നു. ആ വീട്ടിനുള്ളിൽ മുമ്പ് മരിച്ചുപോയ അവരിലൊപ്പമുള്ള ആളുകളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ആ വീടിനുള്ളിൽ ലോക്കാകുന്നു. ഒപ്പമുണ്ടായിരുന്ന ഡെസാക്കോയും ആ സ്ത്രീയും തീഗോളമായി മാറുന്നു. പിന്നെ നമ്മുടെ സാത്സുകിയും പിന്നെ ആ കോളേജ് സ്റ്റുഡൻറ്റ് വീട്ടിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴികൾ അന്വേഷിക്കുന്നു. പക്ഷേ അവർ അതിന് സമ്മതിക്കുന്നില്ല. അവർ ഓരോരുത്തരായി അവരെ വേട്ടയാടുന്നു. അങ്ങനെ അവസാനം അവർ ഒരു വഴി കണ്ടെത്തുന്നു. പക്ഷേ ആ വാതിൽ തുറന്നപ്പോൾ തന്നെ അവർക്ക് റിയൽ വേൾഡിലേക്ക് കടക്കാനുള്ള ഒരു പ്രകാശപൂരിതമായ വാതിൽ കാണുന്നു. പക്ഷേ അവർ അങ്ങോട്ടെത്തും മുമ്പ് സാത്സുക്കിക്ക് സംശയമാകുന്നു, ആരാദ്യം കയറണം? ഞാൻ കയറിയാൽ അവൾ വീണ്ടും ഇവിടെ ഒറ്റക്കാകും, അവൾ കയറിയാൽ താനും. പക്ഷെ അത് ആലോചിച്ച് നിൽക്കുന്നതിനിടെ വിദ്യാർത്ഥി ഒസാക്കയെ പിടികൂടുന്നു. ഇത് കേട്ട് സാത്സുക്കി അന്തം വിട്ടു നിൽക്കുന്നു. അങ്ങനെ സാത്സുക്കി അവളെ രക്ഷിക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നു. അങ്ങനെ സാത്സുക്കി കമ്പുകൊണ്ട് അയാളെ കഴുത്ത് ഞെരുക്കി കൊല്ലാൻ ശ്രമിക്കുന്നു. അങ്ങനെ സാത്സുക്കി അവളോട് പറയുന്നു, നീ വേഗം അങ്ങോട്ട് പോ, ഞാൻ അതിന് പിന്നാലെ വരാമെന്ന്. ഇതേ അവസ്ഥ തന്നെയായിരുന്നു ആ ടീച്ചർക്കും ഉണ്ടായിരുന്നത്. അങ്ങനെ അവൾ വേഗം ആ പ്രകാശപൂരിതമായ വാതിലിലേക്ക് ഓടിക്കയറുന്നു. ആ റൂമിലോട്ട് കയറിയ അവൾ സാത്സുക്കി വേഗം വാ എന്ന് വിളിച്ചു പറയുന്നു. ഇതോടെ സാത്സുക്കിയും വേഗം അയാളെ ഉന്തി തള്ളിയതിന് ശേഷം ആ റൂമിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൾ കയറുമ്പോഴേക്കും ആ റൂം അപ്രത്യക്ഷമാകുന്നു. അങ്ങനെ അവൾ തിരിച്ചറിയുന്നു, നമ്മുടെ സ്റ്റുഡൻ്റായ ഒസാക്ക രക്ഷപ്പെട്ടു, തനിക്ക് രക്ഷപ്പെടാനായില്ല എന്ന്. 2 പേർക്കും ഒരുപോലെ രക്ഷപ്പെടാനാകുമെന്നായിരുന്നു അവർ കരുതിയിരുന്നത്. ഇത് കണ്ട് അവൾ പൊട്ടിക്കരയുന്നു. കാരണം താൻ ഇപ്പോൾ ഇവിടെ തന്നെ കുടുങ്ങിയിരിക്കുന്നു. ഇനി തന്നെ രക്ഷിക്കാൻ വേറെ ആരെങ്കിലും ഇങ്ങനെ വരണം. ഇതേ സമയം മറുഭാഗത്ത് നമ്മുടെ ഒസാക്കയെ കാണിക്കുന്നു. അവൾ യഥാർത്ഥ ലോകത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. അവൾക്ക് വിശ്വസിക്കാനാകുന്നില്ല. അവളെയും കാത്ത് നമ്മുടെ ടീച്ചർ മാഡം അവിടെ കാറിൽ തയ്യാറാകുന്നു. പക്ഷേ അവൾക്കിതാരാണ് വന്നതെന്ന് മനസ്സിലായില്ല. ടീച്ചർക്ക് മനസ്സിലായി മുൻപ് തൻ്റെ ഒപ്പം അവിടെ സഞ്ചരിച്ച തൻ്റെ പ്രിയ സ്റ്റുഡൻ്റാണ് ഇവിടെ വന്നതെന്ന്. കരഞ്ഞുകൊണ്ട് ടീച്ചർ പറയുന്നു, അന്നത്തെ ദിവസം ആ വാതിലിലൂടെ നിന്നെ ഞാൻ ആദ്യം കടത്തി വിട്ടത് തെറ്റാണ്. ഇപ്പോൾ നിന്നെ അവൾ രക്ഷിച്ചല്ലോ, എല്ലാം ഞാൻ പിന്നെ പറയാം, നീ നല്ലൊരു വിദ്യാർത്ഥിനിയാണെന്ന് പറഞ്ഞ് ടീച്ചർ പൊട്ടിക്കരയുന്നു. അതേസമയം ഇതൊന്നും മനസ്സിലാകാതെ നിൽക്കുന്ന ഒസാഗയെ കാണാം. അങ്ങനെ സിനിമയുടെ അവസാനം മറ്റു 2 പേർ കൂടി അതേ സ്റ്റേഷനിലേക്ക് പോകുന്നത് കാണാം. ഒരു ബുക്ക് വായിച്ചതിന് ശേഷമാണ് അവർ പോകുന്നത്. അങ്ങനെ നമ്മുടെ സാത്സുകിയെ രക്ഷിക്കാൻ അവർ പോകുന്നു എന്നതാണ് സിനിമയുടെ അവസാനം. ഇങ്ങനെ സിനിമ ഇവിടെ അവസാനിക്കുന്നു.